يصبح الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا. എക്സ് മുസ്ലിം സംഘടന രൂപീകരിച്ചപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് പുലർന്നിട്ടുണ്ട്. എന്റെ രാവിലെ മുഅ്മിനായ ഉണ്ണവൻ വൈകുന്നേരം കാഫിറായി നിങ്ങൾ കാണും. വൈകുന്നേരം മുഅ്മിനായ കണ്ട ആളെ പിറ്റേന്ന് രാവിലെ നിങ്ങൾ കാഫിറായി കാണും. എപ്പോഴാണത്? അന്ത്യനാളെടുക്കുമ്പോൾ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായവനായിരിക്കും. വൈകുന്നേരം കാഫിറായ മുഅ്മിനായവൻ പിറ്റേന്ന് രാവിലെ കാഫിറായിരിക്കും. നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇവിടെ പുലരുന്നത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഹബീബാനബിയുടെ മുഅ്ജിസത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എക്സ് മുസ്ലിമിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരുണ്ട്. യഹ്തഫിൽ മുഅ്മിൻ, മുഅ്മിൻ ഒളിച്ചു നടക്കും. ഒളിച്ചു നടക്കും. മുഅ്മിനായ മനുഷ്യന് പരസ്യമായി നടക്കാൻ കഴിയില്ല, ഒളിച്ചു നടക്കേണ്ടി വരും. ഒരു നാട്ടിലെ ഏറ്റവും വിലയിൽ ഇല്ലാത്തവൻ ആ നാട്ടിലെ മുഅ്മിനായ മനുഷ്യനായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തു താജ കിരീടാവകാശി. കിരീടം നബിയുടേതാണ്. സാഹിബു താജാണ്, കിരീടം നബിയുടേതാണ്. അതുമായി ബന്ധപ്പെട്ട ചില ഹദീത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേൾപ്പിച്ചിരുന്നു. അതിലെ ബാക്കി അല്പം കേട്ടു. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ, എനിക്ക് നൽകപ്പെടും ഹുല്ലത്തൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് മനോഹരമായ ഒരു പട്ടുവസ്ത്രം എനിക്ക് നൽകപ്പെടുന്നതാണ്. അന്ത്യനാളായി കഴിഞ്ഞാൽ ഒരു സ്വർഗീയമായ ഒരു പട്ടുവസ്ത്രം എന്നെ ധരിപ്പിക്കും. സുമ്മ അഖൂമു, എന്നിട്ട് ഞാൻ പോയി നിൽക്കും അൻ യമീനിൽ അർശി, അർശിന്റെ വലഭാഗത്ത്. ലൈസ ലിഅഹദിൻ മിനൽ ഖലായിഖി അൻ യഖൂമ ദാലികൽ മഖാമ ഗൈരി, ഞാൻ അർശിന്റെ വലഭാഗത്ത് പോയി നിൽക്കും. ലൈസ ലിഅഹദിൻ മിനൽ ഖലായിഖി, സൃഷ്ടികളിൽ ഒരാൾക്കും അർഹതയില്ല അൻ യഖൂമ നിൽക്കാൻ ദാലികൽ മഖാമ, ആ സ്ഥലത്ത്, ഗൈരി എനിക്കല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, എനിക്കല്ലാതെ വേറൊരാൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു അർഹതയും ഇല്ല. ഇമാം സുയൂത്തിക്ക് പുറമെ ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇറാഖി തങ്ങൾ തന്റെ മുഗ്നിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വളരെ സ്വഹീഹായി. മഹാനായ ഇമാം അബൂ യഅല റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സ്ഥാനം പറയാം, അന്ത്യനാളായി കഴിഞ്ഞാൽ എനിക്കൊരു വസ്ത്രം ലഭിക്കും, സ്വർഗീയമായ ഒരു പട്ടുവസ്ത്രം എനിക്ക് ലഭിക്കും. എന്നിട്ട് ഞാൻ പോയി നിൽക്കും. എവിടെ നിൽക്കും? അർശിന്റെ വലഭാഗത്ത് പോയി നിൽക്കും. ലൈസ ലിഅഹദിൻ മിനൽ ഖലായിഖി, സൃഷ്ടികളിൽ ഒരാളുമില്ല, ഒരാൾക്കും അർഹതയില്ല അൻ യഖൂമ ദാലികൽ മഖാമ, അവിടെ പോയി നിൽക്കാൻ അർഹതയില്ല എനിക്കല്ലാതെ. അതാണ് എന്റെ സ്ഥാനം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ സ്ഥാനമായിരിക്കും. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ നുഐം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മൻ യുക്സാ ഇബ്രാഹിം സുമ്മ യഖഉദു മുസ്തഖ്ബിലൽ അർശി, സ്വർഗീയമായ പട്ടുവസ്ത്രം ലഭിക്കുന്ന ആദ്യത്തെ ആൾ സയ്യിദ് ഇബ്രാഹിമാണ്. എന്നിട്ട് അർശിന്റെ അഭിമുഖമായിട്ടിരിക്കും സയ്യിദ്ന ഇബ്രാഹിം. എനിക്ക് എന്നിട്ട് എന്റെ വസ്ത്രം ലഭിക്കും. വസ്ത്രം ഞാൻ ധരിക്കുകയും ചെയ്യും. അർശിന്റെ വലഭാഗത്ത് ഞാൻ പോയി നിൽക്കും. ആ അർശിന്റെ വലഭാഗത്ത് എനിക്കല്ലാതെ ഒരാൾക്ക് നിൽക്കാൻ അർഹതയില്ല. എന്നോട് ഒരുതരം റിബത്തത്ത് ബാധിക്കും. റിബത്തത്ത് എന്ന് പറഞ്ഞാൽ അസൂയല്ലാത്ത കൊടിക്കാണ് റിബത്തത്ത് എന്ന് പറയാം.
അസൂയയുള്ള കൊടിയും അസൂയ ഇല്ലാത്ത കൊടിയും രണ്ടാണ്. എന്താണ് അസൂയ? അസൂയ എന്നാൽ തമന്നി സവാരി നിഅമത്തിൽ ഗൈർ, വേറൊരാൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു നേട്ടത്തെ അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കും. ഇതിനാണ് ഹസദ് എന്ന് പറയുന്നത്. തമന്നി സവാരി നിഅമത്തിൽ ഗൈർ, തമന്നി സവാരി നിഅമത്തിൽ ഗൈർ, വേറൊരാൾക്ക് ലഭിച്ച നിഅമത്തിനെ നീങ്ങാൻ ആഗ്രഹിക്കൽ, അതാണ് എന്ത്? അസൂയ. എന്നാൽ ഗിബത്ത് എന്താ? ഗിബത്ത് എന്നാൽ വേറൊരാളിൽ കണ്ട ഒരു കാര്യത്തെ തനിക്ക് കൊടുക്കുക, വേറൊരാളിൽ കണ്ട ഒരു നിഅമത്തിനെ അതുപോലെ തനിക്ക് കൊടുക്കുന്നതിനാണ് എന്ത് പറയാ? ഗിബത്ത്. അതെന്തല്ല? അസൂയല്ല. ചെയ്യാം. ഒരാൾക്ക് നല്ലൊരു കച്ചവടവും കാര്യവും പൈസയും കാര്യം കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാം, പക്ഷെ എനിക്ക് കിട്ടിയെങ്കിൽ. മനസ്സിലായോ? അതാണ് എന്ത്? ഗിബത്ത്. ഒരാൾക്ക് നല്ലൊരു വാഹനം കാണുമ്പോൾ അങ്ങനത്തെ ഒരു വാഹനം നമുക്ക് കൊടുക്കുക, അതാണ് ഗിബത്ത്. അത് അവനിൽ നിന്ന് നഷ്ടപ്പെടാൻ കൊടുക്കുക, അതാണ് എന്ത്? അസൂയ. അത് ഹറാമാണ്. എന്നാൽ ഗിബത്ത് ജായിസ. മനസ്സിലാണ്ട് പറഞ്ഞത്? ഒരാൾക്കുള്ളത് പോലെ ഒരാൾക്ക് ഒരു നല്ല വാഹനം ഉണ്ടായി, ഒരാൾക്ക് നല്ല മക്കളുണ്ടായി, സ്ഥാനം ഉണ്ടായി, ആ സ്ഥാനം പോലെ സ്ഥാനം എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് കൊടുക്കൽ ഗിബത്താണ്. അതിനൊന്നും നീങ്ങിപ്പോട്ടെ എന്ന് ആഗ്രഹിക്കൽ അസൂയ. ഒരാൾക്ക് നല്ല സ്വാധീന മക്കളുണ്ടായി, എനിക്കും അങ്ങനെ മക്കൾ ആഗ്രഹിക്കൽ ഗിബത്താണ്. എന്നാൽ അതൊന്നും തീർന്നു മരിച്ചിട്ട് ഓന് കരിയറൊന്ന് കാണുന്ന ആഗ്രഹിച്ചാൽ അസൂയ. മനസ്സിലായില്ലേ? രണ്ടാം ഞാൻ അന്ന് അർശിന്റെ വലഭാഗത്ത് നീൽക്കുണർ കാണുമ്പോൾ ആദ്യകാലക്കാർക്കും അവസാന കാലക്കാർക്കും എന്റെ കാര്യത്തിൽ കൊതി വന്നു. ആദം അലൈഹിസ്സലാം മുതൽ എല്ലാവർക്കും കൊതി വന്നു. മുഹമ്മദ് നബിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയെങ്കിൽ എന്നെല്ലാവർക്കും കൊതി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി ഒന്ന് പോകട്ടെ എന്നല്ല, മുസ്തഫ പുണ്യ റസൂലിന് കിട്ടിയത് എനിക്കും കിട്ടിയെങ്കിൽ എന്ന് കൊതിയുന്നു. എന്നെ ഗിബത്തത്തിലാവും, എന്റെ സ്ഥാനത്തെയും എന്റെ ആ ദർജയെയും, മനസ്സിലായില്ലേ, എന്റെ ആ പ്രത്യേകമായ ആ ഒരു സന്ദർഭത്തെയും എന്റെ നേട്ടത്തെയും ആഗ്രഹിക്കും. അല്ലവ്വലൂന വൽആഖിറൂന, ആദ്യം വന്നവരും അവസാനം വന്നു ഒക്കെ കൊതിച്ചു. കിട്ടിയെങ്കിൽ കിട്ടൂല, കുതിക്കും. ഇത്രയും വലിയ അതാണ് സാഹിബത്താച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹിനെ പറ്റി ഇഷാറത്ത് കണ്ടാൽ പോലും സ്വലാത്തില്ല. ഇഷാറത്ത് അള്ളാഹിന്റെ ഹബീബിൽ ഇഷാറത്ത് വന്നാൽ ഇഷാറത്ത് റസൂലുള്ളാഹിന്റെ ഇഷാറത്ത് കിട്ടിയാൽ പോലും സ്വലാത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിലൊക്കെ മങ്കൂസ് മൗലിദിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട അവസാനത്തെ ഹദീസ് റസൂലുള്ളാഹിന്റെ വസാഫുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. റഅയ്തുൽ ലൈല റജുലൻ ത്വയ്യിബൽ വജ്ഹി ഹസനൽ വജ്ഹി ത്വയ്യിബർ റായിഹതി عظيم الهيبة أزج الحاجبين سهل الخدين إذا تكلم فعليه البحر وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته فأردت أن أقبل يدي فقال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك؟ قال أنا الذي أرسلت رحمة للعالمين أنا أول من سيد الأولين والآخرين أنا محمد خاتم النبيين ورسول العالمين فقلت لا إله إلا الله محمد رسول മനസ്സിലായില്ലേ? ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഉസാഫാണ്. ഒക്കെ സ്വലാത്തിന് റസൂലുള്ളാഹിന്റെ ഉസാഫാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉസാഫാണ്. മങ്കൂസ് പോലൊരു എല്ലാ ദിവസവും ഒരു വട്ടെങ്കിലും ചെല്ലണം. അത് വലിയ ഖൈറുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും മങ്കൂസ് മൗലിദ് പോകും. മറ്റു അമലുകളൊക്കെ പുറമെ എല്ലാവരും. ഞാൻ ക്ലാസ്സിന് നിബന്ധന വെച്ചാൽ പാലിക്കുക, വളരെ ഖൈറായ നിബന്ധന. എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആനുണ്ട്. അതിന് വന്ന് പറ്റൂലെങ്കിൽ ഒരു ദിവസം പറ്റില്ലെങ്കിൽ ഖളാ വിട്ടുക, അന്ന് 2 ദിവസം പറ്റുന്നില്ലെങ്കിൽ ക്ലാസ്സിന് വരാതിരിക്കാൻ നിർത്തും. എന്താ അങ്ങനെ നിയമം വെച്ചാൽ? എന്തിനാ നമ്മൾ അള്ളാഹിന്റെ കലാമിൽ എന്താ നിസ്സാരാക്കണം? അള്ളാഹിന്റെ കലാമിന് വെച്ച് നമുക്ക് ബന്ധമില്ല. ഇങ്ങനെ എന്ത് ചെയ്യും? സമ്മതിച്ചില്ലേ? എല്ലാ ദിവസവും നിങ്ങൾ കൂടുതൽ ഓതുന്നവരും ഉണ്ടാക്കാം, ആയിക്കോട്ടെ. ക്ലാസിന്റെ നിബന്ധനയാണ് എന്ത്? ഒരു ജുസ് ഖുർആൻ ഓതും. ഇതാക്കാനല്ലേ അഹ്സൻ. എന്തുകൊണ്ട്? യാ അയ്യുഹൽ മുസമ്മിൽ
قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا. പുണ്യ റസൂലിനോട് അല്ലാഹു ഖുർആൻ ഓതാൻ പറഞ്ഞത് എപ്പോഴാണ്? രാത്രിയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈൽ. അതിന്റെ അപ്പുറത്ത് പുറത്തിലെ ഖുർആൻ എണീറ്റിട്ട് ഖുർആൻ ഓടാൻ പറഞ്ഞു. എണീറ്റിട്ട് ഖുർആൻ ഓടാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഇറങ്ങിയത് ഹബീബിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും പറഞ്ഞു എന്റെ രാത്രി എണീറ്റ് ഖുർആനോട്. അത് ദായിമാക്കാൻ കഴിയുന്ന ആളുകൾ എന്നും ഒരാൾക്ക് നോക്കി ഖുർആൻ ഓടാൻ കഴിയില്ല എന്ന് വന്നാൽ, അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ല എന്ന് വന്നാൽ, അവൻ 313 അതിന് പകരമായി ഫാത്തിഹ മറ്റു അതൊക്കെ റസൂലുള്ളാഹിക്ക് ഹദിയാക്കുക. ഓതുന്നതൊക്കെ ആർക്ക് ഹദിയാക്കുക? റസൂലുള്ളാഹിക്ക്. അല്ലാഹു തആല തൗഫീഖ് തരും. ക്ലാസിനെ നിബന്ധനയായി അത് ആർക്ക് ഹദിയാക്കുക? സയ്യിദുൽ ആദമായ മുഹമ്മദ് മുസ്തഫ. നമ്മളെല്ലാവരും ശഫാഅത്തോടു കൂടി നമ്മളെല്ലാവരും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ നിയത്ത് ചെയ്യല്ല. ഓരോരുത്തർ ദുആ ഇറക്കുമ്പോഴും വേറുള്ളവരെ കൂട്ട്, ഞാൻ ദുആ ഇറക്കുമ്പോൾ നിങ്ങളെയും കൂട്ട്, നിങ്ങളവർക്ക് എന്നെയും കൂട്ട്, എല്ലാവരും കൂട്ട്. രക്ഷപ്പെടണ്ടേ? നമ്മൾ വെറുതെ നമ്മൾ എന്തില്ല കുറേ തിയറി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അത് നമ്മളെ ജീവിതത്തിൽ വരും. നമ്മൾ നന്നാകണം. അള്ളാഹു നന്നാക്കി തരട്ടെ. ഒരാൾക്ക് എന്താണെങ്കിലും ഖുർആൻ ഓടാൻ കഴിയുന്നില്ല. ഓടാൻ കഴിയും, പക്ഷേ അങ്ങോട്ട് മടിയായിട്ട് കഴിയുന്നില്ലെങ്കിൽ അവൻ സ്വകാര്യമായി എന്നെ കാണുകയും ചെയ്യും. ശ്രമിക്കുക. എന്നിട്ട് ഓടാൻ കഴിയില്ലെങ്കിൽ എന്നെ ഒന്ന് കാണും. അതിൽ കാരണം ഉണ്ടാവും. കാരണം അല്ലാതെ അങ്ങനെ സംഭവം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കാരണം ഉണ്ടാവും. ഓതിക്കൊണ്ടിരിക്കുന്നത് മുടങ്ങാണെങ്കിലും എന്നോട് പറയണം. 2, 3, 4, 5, 6, 7 ദിവസമൊക്കെ മടി കാരണം മുടങ്ങും. അപ്പോഴും എന്നോട് വന്ന് പറയണം. അതിന് കാരണം ഉണ്ടാവും. ഹിസാബില്ലാതെ സുഖത്ത് കിടക്കാൻ വേണ്ടി ദുആ ചെയ്യും. എല്ലാം നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ അവസാനം എത്തിയിട്ടുണ്ട്. നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങൾ ഓടുന്നൊരു കാലമാണ്. അപ്പൊ നമുക്ക് പോകാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഖൽബുൽ ഖുലൂബായ റബ്ബ് നമ്മളെ ഖൽബിനെ പരിശുദ്ധ ദീനിൽ ഉറപ്പിച്ചു തരട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? അത് ഖുർആനുമായി ബന്ധപ്പെടണം. ഇനിയുള്ള കാലം യുസ്ബിഹു റജുൽ മുഅ്മിനൻ വയുംസി കാഫിറാ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. എക്സ് മുസ്ലിം സംഘടന രൂപീകരിച്ചപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് പുലർന്നിട്ടുണ്ട്. എന്റെ രാവിലെ മുഅ്മിനായ ഉണർന്ന് വൈകുന്നേരം കാഫിറായി നിങ്ങൾ കാണും. വൈകുന്നേരം മുഅ്മിനായ കണ്ട ആളെ പിറ്റേന്ന് രാവിലെ നിങ്ങൾ കാഫിറായി കാണും. എപ്പോഴാണത്? അന്ത്യനാളെടുക്കുമ്പോൾ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായവനായിരിക്കും. വൈകുന്നേരം കാഫിറായ മുഅ്മിനായവൻ പിറ്റേന്ന് രാവിലെ കാഫിറായിരിക്കും. നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇവിടെ പുലരുന്നത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഹബീബായ നബിയുടെ മുഅ്ജിസത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എക്സ് മുസ്ലിമിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരുണ്ട്. മുഅ്മിൻ ഒളിച്ചു നടക്കും. മുഅ്മിനായ മനുഷ്യന് പരസ്യമായി നടക്കാൻ കഴിയില്ല, ഒളിച്ചു നടക്കേണ്ടി വരും. ഒരു നാട്ടിലെ ഏറ്റവും വിലയിൽ ഇല്ലാത്തവൻ ആ നാട്ടിലെ മുഅ്മിനായ മനുഷ്യനായിരിക്കും. ഇസ്ലാമിന്റെ എതിരാളിയും ഇസ്ലാമിനെ വെല്ലുവിളിക്കുകയാണെങ്കിൽ അവൻ അഗ്ലൽ ഖൗമി, ജനത്തിൽ ഏറ്റവും വിലയുള്ളവനായിരിക്കും. ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്നവൻ ഏറ്റവും വിലയുള്ളവനായിരിക്കും. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവൻ ഏറ്റവും വിലയില്ലാത്തവനായിരിക്കും. അപ്പം ഇവിടെ പുലർന്ന റസൂലുള്ളാഹിന്റെ ഹദീസാണ്. പരിശുദ്ധ കലാമുമായി ബന്ധപ്പെടാം. അതുപോലെ കഴിയുന്നവരൊക്കെ ഒരു മൗസ് കൊണ്ടുണ്ട് എന്നും എല്ലാത്തിലും അത് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കുറച്ച് നിങ്ങൾക്ക് അത്ഭുതം കാണും. നിങ്ങൾ അത്ഭുതം കാണും. ഇത് ന്യായമാക്കി നോക്കി നിങ്ങൾ അത്ഭുതം കാണും. അല്ലാഹു നമുക്ക് തൗഫീഖ്. എല്ലാവരും എന്നെ കുറിച്ചോ ആ സ്ഥാനം കിട്ടാൻ കുറിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ قال رسول الله صلى الله عليه وسلم ഹബീബായ നബി പറഞ്ഞു അഫ്ളു മയുക്സാ ഇബ്രാഹിം ഹുല്ലത്തും മിനൽ ജന്ന. സ്വർഗ്ഗത്തിലെ ഒരു പട്ടു വസ്ത്രം ആദ്യം ഇബ്രാഹിം നബിക്ക് ധരിക്കപ്പെടും. എന്നെ കൊണ്ടുവരപ്പെടും. മിനൽ ജന്ന, പിന്നെ സ്വർഗീയമായ വസ്ത്രം എനിക്ക് ധരിപ്പിക്കപ്പെടും. ഒരു മനുഷ്യനും അങ്ങനെ ഒരു വസ്ത്രം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുകയില്ല. എനിക്ക് കിട്ടിയത് പോലെയുള്ള ഒരു സ്ഥാനവസ്ത്രം ഇബ്രാഹിം നബിക്കും കിട്ടൂല, ആർക്കും കിട്ടൂല. അത്ര ഉണ്ടായിരിക്കും പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസ് കേട്ടോളൂ. അബൂ മുഹമ്മദ് നുഐം റളിയല്ലാഹു ഈ ഹദീസ് ദലായിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്?
عن أم كرز قالت سمعت رسول أم كرز رضي الله عنها سمعت رسول الله صلى الله عليه وسلم ഹബീബായ നബി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഉമ്മ കർസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന സയ്യിദുൽ മുഅ്മിനീന ഇദാ ഖുൽതു, പുനരുദ്ധാന നാളിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ജനങ്ങളിൽ നേതാവ് ഞാനാവും. ഞാൻ എന്നും നേതാവല്ലേ ആണ്, പക്ഷേ ഞാനാണ് നേതാവ് എന്ന് അന്ന് അവർക്ക് ബോധ്യപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനായിരിക്കും അന്ന് നേതാവ് എന്ന് മുഹമ്മദ് മുസ്തഫ. അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് വന്നാൽ അവരിൽ ആദ്യം എത്തുന്ന ആളും ഞാനായിരിക്കും. നിരാശ പാലിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നവൻ ഞാനായിരിക്കും. ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത് ഞാനായിരിക്കും. ഇതാ ഉബിലിസു, അവർക്ക് നിരാശ ബാധിക്കുമ്പോൾ, അതായത് ഓരോരുത്തരും സ്വന്തം വിയർപ്പിൽ മുങ്ങും, ഇനി മോചനമില്ലാന്ന് ഓരോരുത്തരും ധരിച്ചു, അപ്പോൾ ഞാൻ അവരെ സന്തോഷിപ്പിക്കും, അവരെ രക്ഷപ്പെടുത്തും. പുനരുത്ഥാന നാളിൽ കൊണ്ടുവരപ്പെട്ടാൽ ഞാനാണ് നേതാവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അല്ലാഹുവിന്റെ നിഅമത്തിലേക്ക് ഓടി വന്നാൽ ആദ്യം എത്തുന്ന ഞാനായിരിക്കും. അവർക്ക് നിരാശ ബാധിക്കുമ്പോൾ അവരെ സന്തോഷവാർത്ത അറിയിക്കുന്നത് ഞാനായിരിക്കും. ജനങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴും, അപ്പോൾ ഇമാം ഞാനായിരിക്കും. خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. ഏതാ സൂറത്ത്? 29-ാമത്തെ ജുസിലാ. ويوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. കലമ എത്ര? 42. എടുത്തു നോക്കി. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ വിജയിപ്പിക്കുകയും വലിയ ഫضل അല്ലാഹു തുറന്നു കൊടുക്കുകയും ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. يوم يكشف عن ساق, കണങ്കാലിൽ നിന്ന് വസ്ത്രം ഉയർത്തി ഓടാൻ ഒരുങ്ങുന്ന നാളിൽ, അത് കണങ്കാലിൽ വസ്ത്രം ഉണ്ടായിട്ടല്ല, മടക്കിക്കുത്തി പായ്യാന്ന് പറയും, ഒരുങ്ങ ഓടാൻ. എന്തിനാ ഓടുന്നത്? അള്ളാന്റെ കോടതിക്ക് വിളിച്ചു, അപ്പൊ എല്ലാരും ഓടാൻ വേണ്ടി പായ ഒരുങ്ങ. അപ്പോൾ എന്താണ് ഉണ്ടാവുക? അപ്പോൾ അപ്പോൾ അവരെ ക്ഷണിക്കപ്പെടും ഇല സുജൂദി, സുജൂദിലേക്ക്. ഓടരുത്, ഇന്ന് ആർക്കും ശിക്ഷയില്ല, എന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്താൽ മതിയാവും എന്ന് പറയും. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും അന്ന് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. اللهم اجعلنا من الساجدين 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 في يومنا هذا يا ذا الجلال والإكرام ويوم تدعونا إلى السجود. اللهم اجعلنا من الساجدين اللهم اجعلنا من الساجدين اللهم اجعلنا من الساجدين اللهم اجعلنا من الساجدين. يوم يكشف عن ساق يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون. يوم يكشف عن ساق, ഓടാൻ ഒരുങ്ങുന്ന ദിവസം, അന്ന് ജനങ്ങൾ മുഴുവനും ക്ഷണിക്കപ്പെടും ഇല സുജൂദി, ഒരു സുജൂദിലേക്ക്. ഫലാ യസ്തതിഊൻ, അന്ന് ഭൂരിപക്ഷം ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. ഖാശിഅത്തൻ അബ്സാർ, അന്നവരുടെ കൺദൃഷ്ടികളെല്ലാം ഭയവിഹ്വലങ്ങളാവും. തർഹഖും ദില്ല, ഒരു നിന്യത അവരെ മൂടുകയും ചെയ്യും. വഖദ് കാനൂ യുദഊന ഇല സുജൂദി, അവരെ സുജൂദിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നല്ലോ. വഹും സാലിമൂൻ, എന്തിനും അവർക്ക് കഴിയുന്ന കാര്യത്ത്. അതായത് ദുനിയാവിൽ ഈ ഇവിടെ സുജൂദിലേക്ക് ക്ഷണിക്കൽ എന്ന വാക്കിന്റെ ഉദ്ദേശം എന്താ? ബാങ്ക്, ഹയ്യാൽ സ്വലാ, ഹയ്യാൽ ഫലാ. അതുകൊണ്ടാണ് ഹയ്യാൽ ഫലാ വന്നത്. ഹയ്യാൽ ഫലാ, വിജയത്തിലേക്ക് വരുവീൻ. ഹയ്യാൽ സ്വലാ, നിസ്കരിക്കാൻ വരുവീൻ. ഹയ്യാൽ ഫലാ,
വിജയത്തിന് വരുവീൻ എന്ന് പറയാൻ കാരണം എന്താ? അത് അന്ന് തിരിയും. എന്താണ് വിജയം? ഇന്ന് നിസ്കരിക്കോർക്ക് അന്ന് സുജൂദ് ചെയ്യാൻ കഴിയും, അവർ വിജയിക്കും. അല്ലാത്തവർ അന്ന് സുജൂദ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇവിടെ ഹയ്യാൽ അൽ ഫലാഹ് പറഞ്ഞത്. ഈ ഹയ്യാൽ അൽ ഫലാഹ് ഇവിടെ അല്ല ബോധ്യപ്പെടും, അവിടെ നിസ്കാരം കള്ളല്ലാതെ അള്ളാഹിന്റെ പൊരുത്തത്തിൽ നിസ്കരിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തി കലം അധ്യായത്തിന്റെ 42, 43 അങ്ങനെയല്ലേ മോനെ? 42, 43 ആയത്തുകൾ. അള്ളാഹു ആ ദിവസം സുജൂദ് ചെയ്ത് രക്ഷപ്പെടുന്നവരിൽ നമ്മൾ പെടുത്തട്ടെ. ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരും. ജനങ്ങൾ സുജൂദ് ചെയ്യും അള്ളാഹിന്റെ കോടതിയിൽ. ഇമാം ഞാനായിരിക്കും. അപ്പോഴും സാഹിബ് താജ് ഞാൻ തന്നെയാ, കിരീടന്റെ അടുത്ത. മുഅ്മിനീങ്ങൾ സുജൂദ് ചെയ്യുന്ന നേരത്ത് അവരുടെ ഇമാം ഞാനായിരിക്കും. അന്ന് മൗമൂമിക ആകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അന്ന് മൗമൂമാകാൻ അള്ളാഹു തൗഫീഖ്, അന്ന് മൗമൂനാക്കി തരണമേ റബ്ബേ. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും നീ ഞങ്ങളെ യോഗ്യരാക്കണമേ റബ്ബേ. അന്ന് ഞങ്ങളെ നീ അയോഗ്യരാക്കരുത് പടച്ചോനെ. ഞങ്ങൾ അയോഗ്യത തന്നെയാണ്, പക്ഷെ നീ ഞങ്ങൾ അന്ന് അയോഗ്യരാക്കരുത് റബ്ബേ. നിന്റെ ഫضലുകൊണ്ട് നീ യോഗ്യന്മാരാക്കണമേ റബ്ബേ. തൗഫീഖ് ചെയ്യണം. ആമീൻ റഹ്മത്തിക യാ റബ്ബ്. സൂചനകൾ നിരാശ മാറ്റിക്കുമ്പോൾ സന്തോഷമാർത്ത അറിയിക്കുന്നവൻ ഞാനായിരിക്കും. അവർ സുജൂദ് ചെയ്യുമ്പോൾ മുന്നിൽ ഇമാം ഞാനായിരിക്കും. ഒരുപാട് അർത്ഥം. ഒന്ന്, ആദ്യം സുജൂദിൽ ഞാൻ എത്തുക, ഞാനായിരിക്കും. 2, എല്ലാവരും മുഅ്മിനീങ്ങൾ തന്നെ അന്ന് എന്നെ നോക്കിയാ സുജൂദ് ചെയ്യുക. അല്ലാഹുമ്മ ജഅൽനാ മിൻ. അതാണ് ഒരു അർത്ഥം. നമുക്കൊരു മിസാല് വേണ്ടേ? നമ്മൾ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അവിടെ നമുക്ക് പരിചയമില്ല. അവിടെ പള്ളി അവിടെ എങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് കയറി നിൽക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമൊന്നും അവിടെ ഇല്ല. ഇവിടെ പോയി നമുക്ക് സുജൂദ് ചെയ്യാൻ എവിടേക്ക് തിരിയണമെന്ന് അറിയും. നേരെ കുറച്ച് ഏതോ നാട്ടിൽ പോയി ഞാനും നിങ്ങളും പോവുകയാണ്. അപ്പോഴോ സ്വഭാവഗതിയിൽ എന്താ ചെയ്യുക? ഒരു പള്ളിയിൽ കയറി, അത്തെ പള്ളി അടച്ചിട്ടുണ്ട്, പുറത്തെ പള്ളിയിലാ, തിരിയണില്ല. പിന്നെ ഇവിടെ നിങ്ങൾ അവലംബിക്കാരെ സ്ഥലം എടുക്കണമെന്ന് നോക്കി തിരിഞ്ഞ് നോക്കുക. അങ്ങനെ അതിന്റെ സ്വാഭാവികത അങ്ങനെ. ഞാനും എൻ്റെ ഉസ്താമാരും പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉസ്താവിനെ നോക്കും, മുന്നിലുള്ള ആളെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അവിടെ അന്ന് എന്തില്ല, ഇങ്ങനെ അടയാളൊന്നുമില്ല. മേശല സുജൂയാണ്, സുജു ചെയ്താൽ സുജൂദിന് എപ്പോഴും ജിഹത്തുണ്ടാവും. ഒരു ഭാഗത്തേക്ക് സുജൂദിയുണ്ട്, മറ്റു ഭാഗങ്ങളിലേക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു ഭാഗത്തേക്ക് സുജൂദിയുണ്ട്, മനസ്സിലായോ? അന്ന് ആ ഭാഗം ആർക്കും തിരിയില്ല. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ജനങ്ങൾ എന്താ ചെയ്യാ? എന്നെ നോക്കുക, നബിയുടെ അന്ന് നബി ഏത് ഭാഗത്തേക്കാണോ വീണത് സുജൂദിൽ, ആ ഭാഗത്തേക്ക് നോക്കും. കാരണം നമ്മളെ ഇമാമാരാ നബിയാ, അതന്നെ പ്രത്യേകിച്ചു. അല്ലാതെ ഖുർആൻ കൊണ്ടുവരാൻ വേണ്ടി വന്നു, ഖുർആൻ വന്നപ്പോൾ ഇനിയിപ്പോ ആളെ നോക്കണ്ടയില്ല എന്ന് പറഞ്ഞ ബിദഅത്തല്ല. നമ്മൾ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് എന്തിനും കാരണം ആരണ്യ അസുഖം, എന്തിനും എന്തിനും എന്തിനും. ഞാനൊരാൾക്കൊരു പാർട്ടി വിടുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ കൂട്ടാതെ പാർട്ടി വിടാം. നിങ്ങൾക്കറിയാം, ഞാൻ ഒരാൾക്ക് ഫാത്തി ഓതാം. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു ഫാത്തിഹ ഓതണം എന്ന് ഒരാൾ എന്നോട് പറഞ്ഞാൽ റസൂലുള്ളാഹി കൂടിയിട്ട് സിദ്ദീഖിനോട് നിങ്ങൾ കാണാറുണ്ട്. ഞാൻ റസൂലുള്ളാഹി എൻ്റെ വാപ്പാക്ക് ഒരു ഫാത്തി ഓതുകയാണെങ്കിൽ എൻ്റെ റസൂലുള്ളാഹിക്കും എൻ്റെ വാപ്പാക്കും എന്ന് നിയത്തി, റസൂലുള്ളാഹിക്കും എൻ്റെ ഉമ്മാക്കും ചെയ്യും. നേരിട്ട് ഓതുമല്ലോ. എന്തുകൊണ്ട്? ഒരാര് നമ്മളെല്ലാം നമുക്ക് ജിബ്രീൽ ആരാന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സിദ്ദീഖുൽ അക്ബർ ഉണ്ടാക്കി തന്ന ആരാടാ? റസൂലല്ലേ. നമുക്ക് അലി ബിൻ അബീ ത്വാലിബ് ഉണ്ടാക്കി തന്ന ആരാ? റസൂലല്ലോ. നമുക്ക് ഇതൊക്കെ റസൂലല്ലേ. ഇല്ലെങ്കിൽ ഇവരൊക്കെ ആരാ? ഇതൊക്കെ അബൂജാലിന്റെ കൂട്ടത്തിൽ പെടേണ്ട ജനങ്ങൾ. ഇവരെങ്ങോട്ട് ആക്കിയത് ആരാ? മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഫാത്തിമ ബി ആരാ? റസൂലുള്ളാഹിന്റെ മോളാണ്. അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പേരുള്ള എത്ര ആളുണ്ട്? അക്കാലത്തുണ്ട്. അബൂ താലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻ അസദ. നമുക്ക് ഹബീബ നബിയ. എന്തിനു ഹബീബ നബിയ? അപ്പോൾ ഇവിടെ ഹബീബ നബി ഇമാം ആയാൽ അവിടെ ഹബീബ നബി ഇമാമോ? ഇവിടെ ഇമാമായി കളി. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കിതാബ് ഞാൻ ഈ ആഴ്ച നോക്കി. എല്ലാ ജിഫ്രി കബീലയുടെയും നേതാവാണ് കുറ്റിച്ചിറയിൽ കിടക്കുന്ന സയ്യിദ് ജിഫ്രി തങ്ങൾ. അവരാണ് വലിയ ആള്. ഖുതുബുസ്സമാന കുറ്റിച്ചിറയിലെ മേഖല തറവാട്ട് വീടില്ലേ, കുറ്റിച്ചിറയിൽ കിടക്കുന്ന മക്ബറ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി അസ്ലി ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പേരുമക്കളെ ബാക്കിയുള്ള ജിഫ്രികളൊക്കെ അവർ ഖുതുബുസ്സമാന. അവരെ കിതാബ് ഞാൻ ഇവിടെ കണ്ടു. ആ കിതാബിലുണ്ട്
فأنت باب الله أي امرئ أتاه من غيرك لا يدخل فأنت باب الله أي امرئ أتاه من غيرك لا يدخل فأنت باب الله നബിയെ അങ്ങ് മാത്രം അങ്ങാണ് അല്ലാഹുവിലേക്കുള്ള വാതിൽ فأنت باب الله أي امرئ ഏതൊരാളും അതാഹു അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ മിൻ ഗൈരിക അങ്ങയെ കൂടാതെ ചെന്നാൽ ലാ യദ്ഖുലു പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം നൽകുകയില്ല എന്ന വരി അവിടുന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായില്ല. ഇതിനെ വളരെ സത്യപ്പെടുത്തിയ ഷറഹെഴുതിയിട്ടുണ്ട് ആര്? ഈ ഉമ്മത്തിന്റെ മഹാനേതാവായിരുന്ന അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അതിന് വ്യാഖ്യാനം, ആ കിതാബിന് വ്യാഖ്യാനം എഴുതിയത് അഹ്മദ് കോയ ശാലിയാത്തിയ റഹ്മത്തുള്ളാഹി അലൈഹി. മലയാളക്കരയില് അതിന് പകരം വെക്കാനില്ലാത്തൊരു സുൽത്താനായിരുന്നു ഇൽമിൽ ആര്? അഹ്മദ് കോയ ശാലിയാത്തി. 4 മദ്ഹബിലെ മുഫ്തിയാണ്. അതുകൊണ്ടാണ് നൈസാം അവരെ മുഫ്തി സ്ഥാനത്ത് തിരഞ്ഞെടുത്ത്. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ഇന്ത്യയിലേക്ക് ചേർക്കപ്പെട്ടതാണ് ഹൈദരാബാദ്. അതിനു മുമ്പ് നാട്ടുരാജ്യമാണ് ഏത്? ഹൈദരാബാദ്. ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടും സ്വന്തം രാജസ്ഥാനത്തുള്ള നാട്ടുരാജ്യമായിരുന്നു ഏത്? ഹൈദരാബാദ്. അക്കാലത്ത് ഹൈദരാബാദിന്റെ മുഫ്തിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തും ബ്രിട്ടീഷുകാർ പോയിട്ടും ഹൈദരാബാദിൽ 4 മദ്ഹബ്, ദക്ഷിണേന്ത്യയിൽ 4 മദ്ഹബ് സ്വീകരിക്കുന്നവർക്കും ഫത്വ കൊടുക്കുന്ന മുഫ്തിയായിരുന്നു ആര്? അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവർ ഈ കിതാബിന് ശറഹ് എഴുതിയിട്ടുണ്ട്, എന്റെ കൈ കിട്ടി. അത് അവർ പറയുന്നുണ്ട് എന്ത്? فأنت باب الله أي امرئ أتاه من غيرك لا يدخل فأنت നബിയെ അങ്ങ് ബാബുല്ലാഹ് അല്ലാഹുവിലേക്കുള്ള ഒരേ ഒരു മതിലാണ്. അയ്യുംരിഇൻ ഏതൊരാള് അതാഹു അല്ലാഹുവിനെ സമീപിച്ചു വന്നിരിക്കട്ടെ മിൻ ഗൈരിക അങ്ങേ കൂടാതെ സമീപിക്കാൻ ഉദ്യമിച്ചാൽ ലാ യദ്ഖുലു അല്ലാഹുവിന്റെ ദർബാർ അവന് വേണ്ടി തുറക്കുകയില്ല. അവനെ കയറാൻ കഴിയില്ല. ആരില്ലാതെ? മുത്ത് റസൂലുള്ളാഹി അല്ലാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നമ്മളെ ഇമാം ആരന്യ? ഹബീബ നബിയ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബ നബിയ പുണ്യ റസൂലുള്ളാഹി. ഹബീബ നബിയ പുണ്യ റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാബിക്ക് റസൂലുള്ളാഹി ആവശ്യമില്ലാത്ത ആളാ, ഒരിക്കലും വേസ്റ്റ്. ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് റസൂലുള്ളാഹിനെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഒരു ഹറക്കത്തിൽ ആര് വേണം? അതിന് സുന്നികൾക്ക് വേണോ തെളിവ്? എന്റെ ഇതൊന്നും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. ഇമാമികൾ എഴുതിയച്ഛന് ഞാൻ കാണിച്ചു. വഹാബിക്ക് പള്ളം നിറക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? അവൻ അള്ളാന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തിയവരാ. അവർക്ക് റസൂലുള്ളാഹിക്ക് ഒരു വിലയും കൽപ്പിക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ അവരോട് മറുപടിയില്ല. അന്ന് സുജൂദിൽ ഇമാമ് ഞാനായിരിക്കുമെന്ന് പറഞ്ഞാൽ എന്നും ഇമാമാരന്യ മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന് ഫാത്തിഹ ഒരിക്കലും നിങ്ങൾ ഓതരുത്. നിങ്ങളോട് ആര് പറഞ്ഞാലും വേണ്ടില്ല. നിങ്ങൾ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഫാത്തിഹ ഓതുന്ന മൂല്യർ പറഞ്ഞാലും നിങ്ങൾ ആദ്യം ആർക്ക് ഓതണം? റസൂലുള്ളാഹി. എന്ത് മൊഹീദ്ദീൻ ശൈഖ്, എന്ത് റിഫായി ശൈഖ്? റസൂലുള്ളാഹില്ലെങ്കിൽ റസൂൽ ഉണ്ടെങ്കിൽ ഇവരൊക്കെ വലിയതാണ് അല്ലേ? റസൂൽ അല്ലെങ്കിൽ ആര്? ഇവിടെ മർമ്മ ആരാണ്? റസൂലല്ലേ, പുണ്യ മുഹമ്മദ് മുസ്തഫ. തന്നെ ഇമാമ്. അവർ സുജൂദ് ചെയ്താൽ ഇമാം ഞാനായിരിക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ ഞാനായിരിക്കും. ഞാനായിരിക്കും അവരിൽ ഏറ്റവും അടുത്തവൻ. മജ്ലിസിൽ ഏറ്റവും അടുത്തവൻ ഞാനായിരിക്കും. ആരോട്? മിൻ റബ്ബി തആല. അല്ലാഹു തആല ഇദജ്തമഉ എല്ലാവരും അള്ളാഹുവിന്റെ ദർബാറിൽ ഒരുമിച്ച് കൂടി. അന്നത്തെ ദിവസം അല്ലാഹു തആല റഹ്മത്ത് കൊണ്ട് നമുക്ക് വിധിക്കട്ടെ. നമ്മുടെ അമൽ കൊണ്ട് വിധിക്കാതിരിക്കട്ടെ. നമ്മുടെ കർമ്മം കൊണ്ട് അല്ലാഹു വിധിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് വിധിച്ചേരട്ടെ. നമ്മളെ കർമ്മം കൊണ്ട് വിധിച്ചാൽ നമ്മളെ പോയി. എന്തുകൊണ്ട്? നമ്മളെ കർമ്മം പോക്കാണ്. നമ്മളെ കർമ്മം കൊണ്ട് അല്ലാഹു വിധിക്കാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെ കർമ്മം കൊണ്ട് വിധിക്കാതിരിക്കട്ടെ. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് വിധിക്കട്ടെ. നമ്മൾ അഹ്ലായത് കൊണ്ട് വിധിക്കാതിരിക്കട്ടെ. നമ്മൾ അഹ്ല നരകത്തിനായിരിക്കും. അല്ലാഹു അഹ്ലായതിന് വിധിക്കട്ടെ. അല്ലാഹു അഹ്ലായത് എന്തിനാ? അഫ്വിനാ. നമ്മൾ അഹ്ലായത് നരകത്തിനാ. അപ്പൊ നമ്മൾ അഹ്ലായത് കൊണ്ടല്ല അല്ലാഹു വിധിക്കേണ്ടത്. അല്ലാഹു അഹ്ലായതിനാണ്. അല്ലാഹു അഹ്ലായത് എന്തിനാണ്? എപ്പോഴും അല്ലാഹുവോട് ദ്വാരക്കണം. ഇത് ദ്വാരക്കേണ്ട ഒരു വാക്കാ. എന്ത്? അല്ലാഹുവേ, ഞാൻ അഹ്ലായത് കൊണ്ട് എനിക്ക് വിധിക്കരുത്, നീ അഹ്ലായത് കൊണ്ട് എനിക്ക് വിധിക്കണം. ഞാൻ അഹ്ലായത് നരകത്തിന്, നീ അഹ്ലായത് അഫ്വിനാ. മറക്കരുതട്ടാ, മറക്കരുത് ഈ വാക്കൊന്നും. അല്ലാഹുവേ, ഞാൻ അഹ്ലായത് കൊണ്ട് എന്റെ മേൽ വിധിക്കരുതേ.
നീ അഖിലായത് കൊണ്ട് എന്റെ മേൽ വിധിക്കണമേ. ഞാൻ അഖിലായത് എന്തിനാ? ആട്ടി ഓടിക്കാനാ? നീ അഖിലായത് എന്തിനാ? അഫുവിനാ, മാപ്പ് തരാനാ? ഞാൻ അഖിലായത് എന്തിനാ? മത്റൂദാകാനാ? ആട്ടി ഓടിക്കപ്പെടാ ഓടാ. കാരണം മര്യാദക്ക് അമലില്ല, പിന്നെ തോന്നിയ സെമ്പോടും. അപ്പോൾ ഞാൻ അഖിലായത് എന്തിനാ? റളബിനും നരകത്തിനാ. നീ അഖിലായത് എന്തിനാ? അഫ്വിനാണ്. നീ അഖിലായത് അഫ്വിനാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, എനിക്ക് നീ മാപ്പ് ചെയ്യണം. നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് ഏറെ ഇഷ്ടമുള്ളവനുമാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഞാൻ അഖിലായത് കൊണ്ട് എന്റെ മേൽ വിധിക്കരുതേ, നീ അഖിലായത് കൊണ്ട് എന്റെ മേൽ വിധിക്കണമേ. എങ്ങനെ നീ അഖിലായത് കൊണ്ട് ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് വിധിക്കണമേ. ഞങ്ങൾ അഖിലായത് കൊണ്ട് ഞങ്ങളെ മേൽ നീ വിധി പറയരുതേ. ഞങ്ങൾ അഖിലായത് എന്തിനാ? ആട്ടി ഓടിക്കാനും നിന്റെ ഒളപ്പിനും നരകത്തിനുമാണ്. എന്നെയും എന്റെ മാതാപിതാക്കളെ മുഅ്മിനീങ്ങൾ എല്ലാവരെയും ഞങ്ങളെ കൊണ്ട് നീ പ്രവർത്തിക്കണം. നീ അഖിലായത് വിധിക്കണം. എന്നിലോ മാതാപിതാക്കളിലോ സകല മുസ്ലിമീങ്ങളും നീ വിധിക്കരുത്. ഞങ്ങൾ അഖിലായതിന് വിധിക്കരുത്. ഞങ്ങൾ അഖിലായത് എന്തിനാ? ആട്ടി ഓടിക്കാനും നരകത്തിനോ? അതിന്റെ വിധി പറയരുത്. പിന്നെ നീ അഖിലായതിൽ നീ വിധിക്കണമേ. തൗഫീഖ് തരട്ടെ. അതെ അതെ. ഉമ്മാനും ബാപ്പാനും കൂടി പറഞ്ഞിട്ടാണ് ആ ദുആ. ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ജൗഫുല്ലയിലെ ഒരു ദുആ, രാത്രിയുള്ള ഒരു ദുആ. എന്നാൽ മുസബ്ബാത്തുൽ അശ്റി എന്നൊരു അമലുണ്ട്. അത് ബഹുമാനപ്പെട്ട ഖിദ്ർ നബിയുടെ വിറുദായിട്ട് ഞാൻ പണ്ട് ഖിദ്ർ നബി സഞ്ചാരി വഴികാട്ടി എന്ന പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. 7 വട്ടം ഓരോ കാര്യം 7 വട്ടം, അങ്ങനത്തെ 10 കാര്യങ്ങൾ. അതാണ് മുസബ്ബാത്തുൽ അശ്റി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിന്നീട് ചോദിച്ചാൽ ഞാൻ എഴുതി തരാം. അള്ളാഹു നീതിയോടുകൂടെ നമ്മളെ മേലാണ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ സന്തോഷമായിരിക്കും. എന്നാലോ അള്ളാഹിന്റെ ഫള് കൊണ്ട് അള്ളാഹു നമ്മളെ മുന്നിടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഔദാര്യം നിന്നെ അഭിമുഖീകരിച്ചാൽ പിന്നെ നിനക്ക് സന്തോഷമില്ല. സന്തോഷമല്ല എന്തോ അഭിമുഖീകരിച്ചാൽ അള്ളാഹുവിന്റെ ഔദാര്യം അഭിമുഖീകരിച്ചാൽ പിന്നെ എന്തില്ല? സന്തോഷമല്ല. എന്നാൽ അള്ളാഹുവിന്റെ നീതിയാണ് നടപ്പിലാക്കിയതെങ്കിൽ നമുക്ക് ചെറുദോഷമില്ല, ചെറുദോഷവും സന്തോഷവും. ജനങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂടിയാൽ അവരിൽ ഏറ്റവും അല്ലാഹു റബ്ബ് തആലയോട് സ്ഥാനത്താൽ ഏറ്റവും അടുത്തവൻ ഞാനാണ്. ഞാൻ എണീറ്റ് നിൽക്കും, ഞാൻ മിണ്ടും, അള്ളാഹു ഞാൻ പറഞ്ഞതിന് ശരിവെക്കും. എന്നെ മിണ്ട, ഞാൻ മിണ്ടും. എന്ന് മിണ്ടും? ഞാൻ മഹ്ശറിൽ എണീറ്റുക്കും, സംസാരിക്കും. ഞാൻ പറയുന്നതിന് അള്ളാഹു ശരിവെക്കും എന്ന് ഞാൻ പറയും, അള്ളാഹു ശരിവെക്കും എന്ന് ഒരാൾ ഒരക്ഷരം മിണ്ടാത്ത ദിവസം. പിന്നെ സാഹിബ് താജ് റസൂലുള്ളാഹി മനസ്സിലായോ? ആയത്തുണ്ടല്ലോ, إلا من أذله له الرحمن وقال صوابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا فلا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا. മനസ്സിലായില്ലേ? എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ലാ യംലികൂന മിൻഹു ഖിതാബാ, അന്ന് സംസാരിക്കാൻ ഒരാൾക്കും അവകാശമുണ്ടാവുകയില്ല. എവിടെയാണ്? ആരും അന്ന് മിണ്ടൂല. അന്ന് യൗമ യഖുമു റൂഹു, ജിബ്രീൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. വൽ മലായികത്തു, മലക്കുകളും മിണ്ടൂല. സഫൻ, അണിയണിയായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾ ഇങ്ങനെ നിൽക്കും. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, അല്ലാഹു സമ്മതം കൊടുത്ത ഒരാളല്ലാതെ അന്ന് മിണ്ടൂല. ആരാണ്?
മുസ്തഫ. അതാണ് പറഞ്ഞത്. ലാ യതകല്ലമൂന ഏതാ സൂറത്ത്? അമ്മ ലാ യതകല്ലമ യഖൂമു റൂഹു വൽ മലായികതു സഫാ. ലാ യതകല്ലമൂന അന്നാരും മിണ്ടുകയില്ല ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. അല്ലാഹു സമ്മതം കൊടുത്തവരെ ആളല്ലാതെ. അതാരാ? മുഹമ്മദ് മുസ്തഫ. അഖൂമു ഞാൻ നിൽക്കും, അതകല്ലമു ഞാൻ സംസാരിക്കും, ഫയുസദ്ദിഖുനി ഞാൻ പറഞ്ഞതെല്ലാം അല്ലാഹു ശരിവെക്കും, അഷ്ഫഉ ഞാൻ ശഫാഅത്ത് ചെയ്യും, ഫയുശഫിഉനി എന്റെ ശഫാഅത്തിനെ അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു അധികാരം തരും, സ്വീകരിക്കും. വഅസലു ഞാൻ ചില കാര്യങ്ങൾ അല്ലാഹുവോട് ചോദിക്കും, ഫയുഅ്തീനി അതൊക്കെ എനിക്ക് തരും. എന്താ ചോദിക്കുക? വലാ ഉഹിബ്ബു അൻ അദ്ഖുല വാഹിദൻ മിൻ ഉമ്മത്തി ഫിന്നാർ. എൻ്റെ ഉമ്മത്തെ പോലും നരകത്തിൽ കിടക്കുന്ന ഇഷ്ടമല്ല. അള്ളാഹു എല്ലാവരും പെടുത്തട്ടെ കുട്ടിയെ, അള്ളാഹു എല്ലാവരും പെടുത്തട്ടെ, അള്ളാഹു എല്ലാവരും പെടുത്തട്ടെ, അള്ളാഹു എല്ലാവരും പെടുത്തട്ടെ. അവരൊക്കെ രക്ഷപ്പെടാനാണ് നമ്മളെ ഭയം, അല്ലാതെ മത്സരിക്കാനല്ല. എന്നിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കും, ചോദിച്ചത് മുഴുവൻ എനിക്ക് തരുകയും ചെയ്യും. എന്താ ചോദിക്കുക? അല്ലാഹുവേ فلا أحب أن أدخل واحد من أمتي في النار أن يدخل واحد من أمتي في النار. എൻ്റെ ഒരാൾ പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അല്ലാഹു വിധിക്കും എല്ലാം. രസമുണ്ട്, ഒരൊറ്റ ആൾ നരകത്തിൽ കിടക്കൂല, ഒരാൾ കിടക്കൂല. അല്ലാഹു ആക്കി തരട്ടെ. എടുക്കനില്ല അല്ലാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ ആരാകണം? ഉമ്മത്താകണം. അതാണ് പണി. അതിനെന്നും പണിയെടുക്കേണ്ട ആർക്കും വേണം. اللهم اغفر لأمة محمد صلى الله اللهم ارحم أمة محمد صلى الله اللهم انصر أمة محمد صلى اللهم أصلح أمة محمد اللهم تجاوز عن أمة محمد اللهم اجعلني من أمة محمد. ഇതാണ് ചെല്ലന്നെ. അല്ലാഹു അതെന്നെ അത് ചെല്ലിയോ രക്ഷപ്പെടും. അവസാനം എന്താ? അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ. എന്നെ ഈ സമുദായത്തിൽ ഉൾപ്പെടുത്തണമേ. സമുദായത്തിന് അല്ലാഹു തആല പുറത്താക്കി എന്ത് ചെയ്യും? ഒക്കെ തിരിയടാ, ഒക്കെ തിരിയും. എല്ലാ എക്സുകൾക്കും തിരിയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. തിരിയും. എല്ലാ എക്സ് മുസ്ലിമുകൾക്കും തിരിയുന്ന ദിവസം ഉണ്ട്. അത് ഭൂമിന്റെ അടിയിലാണ്. ഈ ഭൂമിന്റെ എപ്പോഴുള്ള മേലെയല്ല, പിന്നെ അത് മേലെയാക്കും. അന്ന് തിരിയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മളെ കളിയാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ദിവസം ഞാൻ ചോദിക്കും, എനിക്ക് അല്ലാഹു നൽകുകയും ചെയ്യും. എനിക്ക് അല്ലാഹു നൽകും. ഞാൻ ആരാ? ഞാൻ സാഹിബ് താജ. കിരീടം എൻ്റെ അടുത്താ, കിരീടം എൻ്റെ അടുക്കല. അല്ലാഹു തആല എല്ലാം റാഹത്തിലും റഹ്മത്തിലും ആക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن ترفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع وباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء وحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وصحابه الأخيار.